ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അങ്ങനെ കേരള ഇലക്ഷനാണ് ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. കേരളം മാത്രമല്ല, മറ്റ് പല സംസ്ഥാനങ്ങളിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ വന്നു, എസ്പെഷ്യലി തമിഴ്നാടൊക്കെ. അപ്പോൾ അതിലേക്ക് വരാം. അതിനു മുമ്പ് നിഫ്റ്റി ഇന്ന് വലിയ തോതിൽ വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു. ഞാൻ നമ്മളുടെ കോഴിക്കോട് ബ്രാഞ്ചിൻ്റെ റീ ഓപ്പണിനെ സംബന്ധിച്ചിട്ടുള്ള തിരക്കിലാണ്, ട്രാവലിലാണ്. അപ്പോൾ കോഴിക്കോടൊക്കെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം തന്നെ നമ്മൾ നമ്പർ ഷെയർ ചെയ്ത് കൊടുക്കാം. കുറഞ്ഞ ഫീസിൽ പഠിക്കാം കോഴിക്കോടും കൊച്ചിയിലും. മാർക്കറ്റിൽ ഇന്ന് വലിയ തോതിൽ വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇലക്ഷൻ്റെ ഇമ്പാക്റ്റ് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു സുഹൃത്തിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഏറെക്കുറെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് വരാം. അതിനു മുമ്പ് നിഫ്റ്റി 24,300 ഹൈ ടെസ്റ്റ് ചെയ്തു. എന്നാലോ 24,000 ലോയും ടെസ്റ്റ് ചെയ്തു. വലിയ തോതിൽ വോളറ്റിലിറ്റി നിഫ്റ്റി ഇന്ന് ചെലുത്തി. നിഫ്റ്റിയിൽ അദാനി പോർട്ട്, അദാനി എൻ്റർപ്രൈസസ്, ഐഷർ മോട്ടോഴ്സ്, HUL, ജിയോ ഫിനാൻസ് തുടങ്ങിയ കമ്പനീസ് ശക്തമായ മുന്നേറ്റം നടത്തി. അദാനി പോർട്ട് കാണാം 5% റാലി രേഖപ്പെടുത്തി. എയർടെലും, കൊടാക് മഹീന്ദ്രയും, ഡോക്ടർ റെഡ്ഡിയും, ONGCയും, TCS ആണ് ഇടിഞ്ഞ കമ്പനികൾ. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരാം. അതിനു മുമ്പ് നമുക്ക് ഗ്ലോബൽ കുറച്ച് ന്യൂസുകൾ കാണാം. നമ്മളെ ന്യൂസിലേക്ക് വരും. അതിനു മുമ്പ് ഗ്ലോബൽ ന്യൂസ് നോക്കുകയാണെങ്കിൽ ട്രംപ് യൂറോപ്യൻ കാർ ഇമ്പോർട്ടേഴ്സിന് ഡ്യൂട്ടി ഏർപ്പെടുത്തുമെന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. അപ്പോൾ ഇത് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ കമ്പനീസിന് ഒരു നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്. സെയിം ടൈം ട്രംപ് പ്രൊജക്റ്റ് ഫ്രീഡം എന്ന പേരിൽ ഈ ഓർമുസ് കടലിടുക്കിൽ കുടുങ്ങി കിടക്കുന്ന കപ്പലുകളെ ഈ US സഹായത്തോട് കൂടിയിട്ട് അത് സുഗമമായിട്ട് അത് യാത്ര അനുവദിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് പ്രൊജക്റ്റ് ഫ്രീഡം US. അപ്പോൾ അത് ഓയിൽ മേഖലയിൽ കുറച്ച് ആശ്വാസം പകർന്നു. പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് ഇപ്രകാരമാണ്. ഇറാൻ്റെ സമീപത്തുള്ള ജാസ്ക് ഐലൻഡിന് സമീപം ഒരു US യുദ്ധക്കപ്പലിനെ 2 മിസൈലുകൾ ഇറാൻ തട്ടിയെന്ന് അവകാശപ്പെടുന്നുണ്ട്. അത് ഇറാൻ ഈ ന്യൂസ് ഏജൻസി തന്നെയാണ് ഈ ഒരു ന്യൂസ് പുറത്ത് വിട്ടിരിക്കുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ ഇറാൻ്റെ സമ്മതമില്ലാതെ ഹോർമുസിലൂടെ പോകുന്ന ഷിപ്പുകൾക്കെല്ലാം തന്നെ ഇറാൻ ആക്രമണം ഏർപ്പെടുത്തുമെന്നുള്ള ഒരു വാദമായിട്ട് ഇറാനും, എന്നാൽ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത രാജ്യങ്ങളെ അവരുടെ ഷിപ്പ് പോകാനായിട്ട് US ഹെൽപ്പ് ചെയ്യുമെന്നുള്ള പുതിയ പ്രൊജക്റ്റായിട്ട് ട്രംപും വന്നിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഇറാനിലുള്ളത്, ഈ ഒരു ഹോർമസിലുള്ളത്. ഇതിനിടെ ഇറാൻ്റെ റിവേഴ്സ്ഡ് ആയിട്ടുള്ള പ്രപ്പോസൽ US തള്ളി എന്നുള്ള ന്യൂസും ഉണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ഇലക്ഷനിലേക്ക് വരുമ്പോൾ കേരളത്തിൽ തന്നെ UDF തരംഗം വന്നു. കൂടാതെ തമിഴ്നാട്ടിലാണ് വലിയ ചാഞ്ചാട്ടം. ആദ്യ സമയത്ത് തന്നെ ഈ ഒരു ആക്ടർ വിജയുടെ TVK പാർട്ടി വലിയ സർപ്രൈസ് പ്രകടനം നടത്തി. ബംഗാളിൽ BJP ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം നടത്തി. ആസാമിലും BJP 3ാം തവണ അധികാരത്തിലേക്ക് വന്നു. മാർക്കറ്റിലും അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആസാം, ബംഗാൾ ഏരിയയിൽ BJP വലിയ തോതിലുള്ളൊരു അധികാരത്തിലേക്ക് വന്നു. സെൻസെക്സ് 356 പോയിൻറ്റ് മൂവ് ചെയ്ത് 77,269. നിഫ്റ്റി ആവട്ടെ 122 പോയിൻ്റാണ്. പക്ഷേ ഒരു സമയത്ത് നിഫ്റ്റി എല്ലാം തന്നെ 200 പോയിൻറ്റിന് മുകളിൽ പോയിരുന്നു. ഒരിക്കലും ഈ കമൻറ്റിൽ വന്ന് ആരും രാഷ്ട്രീയം പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ മാർക്കറ്റ് ന്യൂസുകൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഹീറോ മോട്ടോ കോർപ്പ്, മാരുതി, ഇവരുടെ എല്ലാം തന്നെ ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വന്നിരുന്നു. എല്ലാ മാസം ആദ്യത്തെ വീക്കിൽ ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വരും. മഹേന്ദ്ര ബാങ്കിങ് സെക്ടറിൽ നിന്ന് വലിയൊരു ഫോള് രേഖപ്പെടുത്തി. അദാനി പോർട്ട് റിസൾട്ട് വന്നിരുന്നു, നല്ല റിസൾട്ടാണ്. 5% റാലി രേഖപ്പെടുത്തി. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് റിയാലിറ്റിയിൽ നിന്ന് മികച്ച ഒരു റിസൾട്ടാണ് ഉണ്ടായിരുന്നത്. 70% എല്ലാം തന്നെ ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചു. സ്റ്റോക്ക് ഇന്ന് പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ BHEL ശക്തമായിട്ടുള്ള റിസൾട്ട്, സ്റ്റോക്ക് മുന്നേറി. ഐഷർ മോട്ടോഴ്സും ഇവരുടെ 31% ഇയർ ഇവരുടെ റോയൽ എൻഫീൽഡിൻ്റെ സെയിൽസിൽ വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. LNTയും HDFC ബാങ്കും റിലയൻസും കോൺട്രിബ്യൂഷൻ നടത്താനായിട്ട് മറന്നിട്ടില്ല. അതാണ് ഇന്ന് മാർക്കറ്റിൽ കണ്ട ഒരു കാര്യം. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് 4,541, സിൽവർ 73, ബിറ്റ്കോയിൻ 78,000, ബ്രന്റ് ഓയിൽ 113, നാച്ചുറൽ ഗ്യാസ് 2.8, ഗിഫ്റ്റ് നിഫ്റ്റി, ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്, നാസ്ഡാക്ക് ഫ്യൂച്ചറും നെഗറ്റീവാണ്. ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവാണ്. കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ആക്ഷനിലേക്ക് വരുമ്പോൾ ജിൻഡാൽ സ്റ്റീൽ നെറ്റ് പ്രോഫിറ്റ് 590 നിന്ന് 840 കോടി രൂപയിലേക്ക് ഉയർന്നു.
CSB ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 190 നിന്ന് 200 കോടി രൂപയിലേക്ക് ഉയർന്നു. അംബുജ സിമൻറ്റ് നെറ്റ് പ്രോഫിറ്റ് ഇവർ 940 കോടി രൂപയിൽ നിന്ന് അംബുജ സിമൻറ്റ് നെറ്റ് പ്രോഫിറ്റ് ഒന്ന് നോക്കട്ടെ. അംബുജ സിമൻറ്റ് നെറ്റ് പ്രോഫിറ്റിൽ ചെറിയൊരു ഡിസ്ക്രിപ്പൻസി ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തോട്ടെ കേട്ടോ, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അംബുജ സിമൻറ്റ് നെറ്റ് പ്രോഫിറ്റ് 79% ഉയർന്ന് 1830 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ടെന്നുള്ള ന്യൂസാണ് ഉള്ളത്. ഇനി എക്സൈഡ് ഇൻഡസ്ട്രീസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 255 നിന്ന് 310 ഉയർന്നു. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 380 നിന്ന് 650 പ്രോഫിറ്റ് ഉയർന്നു. BHEL നെറ്റ് പ്രോഫിറ്റ് അവർ 500 കോടി രൂപയിൽ നിന്ന് 1280 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ഏതർ എനർജി കമ്പനി കഴിഞ്ഞ തവണ 230 കോടി രൂപ ലോസായിരുന്നു, ഇത്തവണ 100 കോടി രൂപ ലോസ് കുറച്ചുകൊണ്ട് വന്നു. അദാനി പോർട്ട് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് 10% ഉയർന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. അപ്പോൾ നമുക്ക് നാളെ പ്രീ മാർക്കറ്റിൽ കാണാൻ പരമാവധി ശ്രമിക്കാം. ഇനിയിപ്പോൾ സ്കിപ്പായി പോയാൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നമ്മളുടെ യൂട്യൂബിൽ തന്നെ പോസ്റ്റിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാം. സ്കിപ്പ് ആവുകയാണെങ്കിൽ പരമാവധി ശ്രമിക്കാം. അപ്പോൾ എനിവേ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ മാറ്റം വന്നു, 10 വർഷത്തിന് ശേഷം ഒരു രാഷ്ട്രീയ മാറ്റം വന്നു. അപ്പോൾ ഇനിയും UDF കേരളത്തിൽ ഏറെ നാളുകളായിട്ട് കാത്തിരുന്നൊരു വിജയമാണ്. ഇത്തവണ ഒരു VD സതീശൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു ടീം വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്റ്റിൽ പറയുന്നു, രാഷ്ട്രീയം പറയുന്നതല്ല, പക്ഷെ അവർ ഒരു വലിയ 10 വർഷത്തിന് ശേഷം വന്ന ഒരു വിജയമാണ്. അപ്പോൾ എല്ലാവരുടെയും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. മറ്റുള്ള ആളുകളെ നോവിക്കാതെ രാഷ്ട്രീയം പറയാം, നോ പ്രോബ്ലം. അപ്പോൾ നല്ല മാറ്റങ്ങൾ ഇനി വരട്ടെ. നല്ല മാറ്റങ്ങൾ വരട്ടെ എന്ന് പറയുമ്പോൾ ഇതുവരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു ഭരണമുണ്ടായിരുന്നത്, അതിൽ യാതൊരു തർക്കവുമില്ല. എങ്കിലും 10 വർഷത്തിന് ശേഷം വരുന്ന UDF നല്ല രീതിയിൽ തന്നെ ഭരിക്കട്ടെ എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു ഓൾ.